മറ്റാരും തമ്മിലല്ല, വി.ഡി. സതീശനും കെ സുധാകരനും തമ്മിൽ തുടങ്ങിയതല്ല, അടുത്ത കാലത്തൊന്നും തീരുകയില്ല എന്നാണ് എൻ്റെ മനസ്സിൽ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു തർക്ക വാർത്തയിലേക്ക് പോകാം. ആ തർക്കത്തിനിടയാക്കിയത് പുതിയതെന്താണെന്ന് വെച്ചാൽ എന്നാ ഈ KPCC പുനഃസംഘടന എന്നുള്ളതാണ്. അപ്പോൾ KPCC പ്രസിഡന്റ് കെ സുധാകരൻ കാണുന്നത് ബാക്കി ആവശ്യം വേണ്ട പുനഃസംഘടനയൊക്കെ നടത്തി അദ്ദേഹം തന്നെ പ്രസിഡന്റായി മുന്നോട്ട് പോവുക. പക്ഷേ വി.ഡി. സതീശൻ കാണുന്നത് കെ സുധാകരനെ അടക്കം മാറ്റിയിട്ടുള്ള ഒരു സമ്പൂർണ്ണ പുനഃസംഘടന. ഇതാണ് ഈ തർക്കത്തിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അതെ, ഈ പ്രസംഗത്തിനിടയിൽ ഇവർ സ്റ്റേജിൽ കിടന്നൊക്കെ ഉണ്ടായിട്ടുള്ള പരസ്യമായിട്ടുള്ള തർക്കങ്ങൾ, അതെ, മൈക്കിന്റെ പേരിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒന്നല്ല 2 തവണ ആ സംഭവം ഉണ്ടായിട്ടുണ്ട്. വി.ഡി. സതീശൻ വരാൻ വൈകിയപ്പോൾ കെ സുധാകരൻ ആലപ്പുഴ പറഞ്ഞതും ഒക്കെ ഉണ്ട്. അതെ, അത് മറന്നിട്ടില്ല, പ്രേക്ഷകർക്ക് എന്തായാലും ഓർമ്മയുണ്ടാവും. സുധാകരൻ AK ആന്റണിയുമായി രമേശ് ചെന്നിത്തലയുമായിട്ടുള്ള ചർച്ചകളൊക്കെ നടത്തി ഇതിന്റെ പുനഃസംഘടനയുടെ ഭാഗമായിട്ട്. അതെ, മാത്രമല്ല മറ്റ് നേതാക്കളുടെയൊക്കെ ഒരു ഭൂരിപക്ഷ അഭിപ്രായം സുധാകരന്റെ കൂടെയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ചാണ്ടി ഉമ്മന്റെ പ്രതികരണം വന്നു നേതൃത്വത്തിനെതിരെ. അപ്പൊ മൊത്തത്തില് A ഗ്രൂപ്പും I ഗ്രൂപ്പിനും സതീശനോടുള്ള ഒരു വിയോജിപ്പിന്റെ ഒരു തെളിവ് കൂടിയാവുകയാണ് ഈ പുനഃസംഘടന. അത് ടേക്ക് ഓവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും അതിന് മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ കെ സുധാകരൻ അദ്ദേഹത്തിന്റെ പദവി, അതായത് KPCC പ്രസിഡന്റ് പദവി നിലനിർത്തിക്കൊണ്ടുള്ള ഒരു പുനഃസംഘടന. ഇപ്പോൾ തന്നെ അതൊരു ജംബോ പട്ടികയാണ്, KPCC ഭാരവാഹികൾ എന്നൊക്കെ പറയുന്നത്. ഒരുപാട് പേരുള്ള ഒരു ജംബോ പട്ടിക. അതെ, ഒരുപാട് പേരുള്ളത് കൊണ്ടാണ് അത് ജംബോ ആകുന്നത്, ഇല്ലെങ്കിൽ അങ്ങനെ പറയൂല. അപ്പോൾ നമുക്ക് ഏതായാലും ആ റിപ്പോർട്ട് ഒന്ന് കാണാം. സുധാകരനെ അടക്കം മാറ്റി സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്ന വി.ഡി. സതീശന്റെ കടുംപിടുത്തം അയഞ്ഞിട്ടില്ല. ഇതോടെ ഇരുവരും തമ്മിലുള്ള ചർച്ചകൾ വഴിമുട്ടി. എന്നാൽ മുതിർന്ന നേതാക്കളുടെ പിന്തുണയോടെ KPCC പുനഃസംഘടന പൂർത്തിയാക്കാനാണ് കെ സുധാകരന്റെ നീക്കം. ഇതിന്റെ ഭാഗമായി AK ആന്റണിയെയും രമേശ് ചെന്നിത്തലയെയും വീടുകളിലെത്തി സുധാകരൻ കണ്ടു. മുൻകൂട്ടി നിശ്ചയിക്കാത്ത എന്നാൽ ഏറെ നേരം നീണ്ടുനിന്ന കൂടിക്കാഴ്ചകളാണ് സുധാകരൻ നടത്തിയത്. ആദ്യം രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ, തുടർന്ന് AK ആന്റണിയുടെ വീട്ടിലേക്ക്. ഇരുവരുമായി നടന്ന കൂടിക്കാഴ്ചകളിൽ പുനഃസംഘടനാ ചർച്ചയായെന്നാണ് വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ KPCC അധ്യക്ഷ പദവിയിൽ തുടരാനാണ് സുധാകരന്റെ ആഗ്രഹം. ഇതിനുള്ള പിന്തുണ തേടിയാണ് മുതിർന്ന നേതാക്കളുടെ അടുത്ത് തന്നെ സുധാകരൻ എത്തിയത്. പ്രസിഡന്റ് മാറാതെ KPCCയിൽ നിലവിലുള്ള ജംബോ പട്ടിക പുനഃസംഘടിപ്പിക്കാനും സുധാകരൻ നീങ്ങുന്നുണ്ട്. കൂടാതെ DCCകളും പുനഃസംഘടിപ്പിക്കും. ഇതിൽ കൃത്യമായ ഗ്രൂപ്പ് പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെന്നാണ് AI ഗ്രൂപ്പുകളുടെ ആവശ്യം. ഇക്കാര്യവും ചെന്നിത്തലയുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായെന്നാണ് സൂചന. സതീശനെതിരെ മുതിർന്ന നേതാക്കളെയും ഗ്രൂപ്പുകളെയും ഒപ്പം കൂട്ടി പുനഃസംഘടന പൂർത്തിയാക്കാനാണ് സുധാകരൻ നീക്കം ആരംഭിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ AICCയുടെ നിലപാട് ഇനി നിർണായകമായി മാറും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.